ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഒരു അടിപൊളി ഐഡിയ തോന്നി കേട്ടോ. നമ്മൾ ഈ സ്ഥിരം വീടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വെള്ളം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇല്ലേ, പിന്നെ ലോഷൻ ഒഴിക്കണം. അപ്പോൾ തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെ, നമുക്ക് തുടയ്ക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ അതിനൊരു ഈ സ്പിൻ മോപ്പിൻ്റെ യൂസും അതിൻ്റെ അവൈലബിലിറ്റി പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നറിയാമോ, ഈ സ്പിന്നുള്ള ബക്കറ്റിലേക്ക് തന്നെ ഡയറക്റ്റ് ലോഷനും വെള്ളം എടുത്തൊഴിക്കും. ഓരോ ഫ്ലോറ് സൈഡും തുടച്ചതിന് ശേഷം പിന്നെയും ആ ബക്കറ്റിലെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് പിന്നെയും ലോഷൻ ഒഴിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും വട്ടം വെള്ളവും കളയണം, അത്രയും നമ്മുടെ ലോഷനും പോകും. അങ്ങനെ എനിക്കൊരു ഐഡിയ തോന്നിയതാ. ഞാൻ ഒരു ബക്കറ്റ് എക്സ്ട്രാ എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് ഞാൻ ലോഷൻ അതിനകത്തോട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ സ്പിന്നറുള്ള ബക്കറ്റിനകത്തോട്ട് ഞാൻ ലോഷൻ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ലോഷനുള്ള ബക്കറ്റിൽ മുക്കി എടുത്തിട്ട് അതിലുള്ള വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ തുടയ്ക്കും. അങ്ങനെ റെഡിയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതിൻ്റെ ലാഭം എന്ന് ചോദിച്ചാൽ നമുക്ക് വെള്ളവും ലാഭിക്കാം, ലോഷനും ലാഭിക്കാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ സ്പിന്ന് ബക്കറ്റിലെടുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കഴുകി റിൻസ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ലോഷൻ ഇരിക്കുന്ന ബക്കറ്റിലോട്ട് അത് ജസ്റ്റ് ഒന്ന് മുക്കും. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് മുക്കി കറക്കിയെടുക്കുക. എന്നിട്ട് ആ ലോഷനുള്ള വെള്ളം നമ്മൾ കുറച്ച് പിഴിഞ്ഞെടുക്കണ്ടേ, അതിന് ഒന്നും കൂടെ ഞാൻ സ്പിൻ ചെയ്യുക. ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഉള്ള വെള്ളം പോവും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോർ പോയി തുടയ്ക്കാം. ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ച് ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം തുടയ്ക്കും. തുടച്ചിട്ട് പിന്നെയും ആ ബക്കറ്റിൽ തന്നെ ആ മോപ്പ് കഴുകിയെടുക്കും. അപ്പോൾ ഈ ഫ്ലോറ് തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ മോപ്പ് നമ്മുടെ സ്പിന്നറിനകത്തിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ആ ബക്കറ്റിൽ അഴുക്കും വെള്ളം നമ്മളങ്ങ് കളഞ്ഞിട്ട് പിന്നെ ആ ബക്കറ്റിലാണ് അടുത്ത വെള്ളം പിടിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് ചോദിച്ചാൽ ഫ്ലോറും കുറച്ചുകൂടെ ക്ലീൻ ആകും. കാരണം പിന്നെയും അഴുക്കിലിട്ട് മുക്കണ്ട, പുതിയ വെള്ളത്തിൽ മുക്കുന്നത്. അതുപോലെ ലോഷൻ ഒഴിച്ച ബക്കറ്റ് അഴുക്കാവത്തുമില്ല. അപ്പോൾ നമുക്ക് പിന്നെ അത് റീയൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് നല്ലൊരു ഐഡിയ ആണ്, എല്ലാവരും ചെയ്തു നോക്കുക. നമുക്ക് വെള്ളവും ലാഭിക്കാം, അതുപോലെ ലോഷനും ലാഭിക്കാം. ഫ്ലോറ് കുറച്ചുകൂടെ വൃത്തിയാകുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സംശയം തോന്നും, നമ്മൾ ബക്കറ്റിനകത്തോട്ട് പിന്നെയും വെള്ളം എടുക്കേണ്ടിരുന്നത്. നമുക്ക് നിറച്ചെടുക്കണ്ടല്ലോ, അതിനകത്തൊരു 1/4 ഭാഗത്തോളം വെള്ളം എടുത്താൽ മതി. അത്യാവശ്യം അത് കഴുകാൻ വേണ്ടി മാത്രം. ഓക്കെ, ബൈ ബൈ.